ഹലോ 7 മണിയായി. ഇപ്പോൾ വള കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ദിവസം കൊടുന്നു. അപ്പം ഞാൻ അതിൻ്റെ ആ സൈഡിലുള്ള തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം അതിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും മുളക് പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ അരച്ചിട്ട് അതുമ്പോൾ തേമ്പി കൊടുത്തു വിടാം. പുരട്ടി കൊടുത്തത് തൃശ്ശൂർ ഭാഷയിൽ ഞാൻ പറയണം. അത് പുരട്ടി കൊടുത്ത് അത് വറുത്തിട്ടിട്ട് ഞാൻ എല്ലാ കഷ്ണം വറുത്തൊന്നുമില്ല. എനിക്കും ജോസേട്ടനും വേണ്ട ഒരു 4-5 കഷ്ണം വറുത്തൊന്നു. അത് മാത്രമേ ഞാൻ വറുത്തുള്ളൂ. അപ്പം ഞാൻ വറുത്തില്ലെങ്കിൽ ജോസേട്ടൻ പിണങ്ങും. അപ്പോൾ വറുത്ത് വെച്ചു ഞാൻ. നല്ല മീൻ കഷ്ണം നാളെ വെക്കാമല്ലോ, നാളെ വറക്കാമല്ലോ എന്ന് വിചാരിച്ച് ബാക്കി എടുത്ത് വെച്ച് വിട്ടാം. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ ചെറിയ തീയിൽ വെച്ച് മുരിഞ്ഞ് വരുന്നുണ്ട്. കണ്ട ആ മീനുണ്ടല്ലോ, വാങ്ങിയിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കഷ്ണം എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇത് കറി വയ്ക്കില്ല. അപൂർവമായി മീൻ വളർത്തുവാളി എന്ന് പറയുന്ന ഒരു സാധനമില്ല, അതാണത്. അപ്പം ഞാനതൊക്കെ വറുത്തെടുത്തിട്ട് അതിന് ശേഷം ചോറിനാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ രാവിലെ പോകുമ്പോൾ വെച്ചിരുന്ന മുട്ടക്കറി എഗ് മസാലയൊക്കെ ഇട്ടിട്ട് സബോള വാട്ടിയിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണ പോലെ ഒരു കറി ഉണ്ടായി. പക്ഷെ അത് ചോറിനും കഴിക്കാൻ നല്ലത് തന്നെയായിട്ട്. ഇത്തിരി മുളകോട് കൂടിയിട്ട് ടേസ്റ്റ് ഉണ്ട് അത്. അപ്പം ഞാൻ രാവിലെ നോക്കുമ്പോൾ ഒന്നുമില്ല കറി കഴിക്കാനായിട്ട്. അപ്പം ഞാൻ ആ മുട്ട ഒരു സവളയിൽ ഉണ്ടാകുന്ന അതെടുത്തിട്ട് നന്നായിട്ടത് അരിഞ്ഞ് വാട്ടി മുട്ട പുഴുങ്ങി അതിലിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ചു. പിന്നെ ഒരു കുപ്പി വെള്ളം, ചോറ്, പരിപ്പ് കറിയുണ്ട്, ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ച് തരാം കേട്ടോ. ഇതാണ് ചോറുണ്ട്. അപ്പം ഞാൻ രാവിലെ വെച്ച ചോറിന് അപ്പം ഇന്ന് കുറച്ച് ചോറ് വെച്ചോളൂ കേട്ടോ. അപ്പം ഞാൻ പിന്നെ വേറെ സ്പെഷ്യലായിട്ട് മാറ്റി വെച്ചൊന്നുമില്ല അത്. അപ്പോൾ ആ ചോറ് ബാലൻസ് ഉള്ളത് ഇപ്പോൾ എനിക്ക് ചോറിന് വേണ്ടത് അയ്യത്, എന്നാലും അതിൽ ബാക്കി വരും. അപ്പം ഞാനത് ഇത്തിരി വേവ് കുറഞ്ഞ് അരി വേവ ഇത്തിരി താമസമുള്ളൊരു അരിയാണ്. അപ്പോൾ ചോറ് ചീത്തയില്ല. അപ്പം പിന്നെ ഞാനൊന്നും ചെയ്യാൻ പോയില്ല. കാലത്ത് വെച്ച് പരിപ്പ് കൂട്ടാൻ്റെ ബാക്കിയുണ്ട്. ഇത് ഞാൻ പേർത്ത് വെച്ച് പോയതാണ്. ഞാനപ്പോൾ ആ ചട്ടിയിൽ ഞാൻ ഒഴിച്ച് ചൂടാകാൻ വെച്ച് നന്നായി വെള്ളം വെച്ച് ചൂടാകും. ഇനി ചാറിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. കുറച്ച് ചാറ് വേണ്ടെങ്കിൽ ജോസേട്ടന് മാത്രമല്ലേ വേണ്ടൂ. അപ്പം ഞാനത് കൊടുത്തു. പിന്നെ അതേ ജോസേട്ടൻ 2 പൊറോട്ട എനിക്ക് കൊടുന്നല്ലോ, അതും മീൻ വറുത്തൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ചോറിനാം. അപ്പം നിങ്ങളും അത്താഴം കഴിക്കാൻ എൻ്റെ കൂടെ വായോട്ടാ. ഓക്കെ. അപ്പം അങ്ങനെ ഇന്നത്തെ ഡിന്നറിൻ്റെ ഇതാണ്. അപ്പം എല്ലാവർക്കും ബായ്.